ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും greenaskitchen സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ ഈസിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു പൊട്ടറ്റോ മസാലയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് അധികം കൂടിപ്പോകണ്ട. ഇതിൻ്റെ അളവ് കൂടിപ്പോയ ഒരു കുത്തൽ പോലെ തോന്നും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കറി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഗരം മസാലയുടെ അളവ് ഇതിലും കൂടണ്ട, കൂടിപ്പോയിട്ടുണ്ട് ഒരു കുത്തൽ വരും. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്തരം പൊടികളാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഗരം മസാല അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് കുറച്ച് ചാറ് വേണ്ടി വരും, ചിലർക്ക് ചാറൊന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇതിനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കാം. പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ച് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ കറി കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടുന്നത്. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുക്കർ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പം ഇനി ഞാനിതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളുമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.